ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തന്നെ ഒരു ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നില്ലേ? ഹരിയാനയിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ളത് BJPയുടെ ബി ടീമിനെ പോലെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എന്താ? ഞങ്ങളെ സംബന്ധിച്ച് ഇത്ര കാലം തുടർച്ചയായി ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ തുടർച്ചയായ ഭരണം വല്ലാതെ ജനങ്ങൾ വെറുപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നല്ലോ നിങ്ങളിൽ നല്ലൊരു വിഭാഗവും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് ഒഴുകിപ്പോയിരിക്കുന്നു. ഇതൊക്കെയായിരുന്നല്ലോ വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളും. ഇപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എങ്ങനെ എന്ന് വലിയ വ്യത്യാസമില്ലാതെ നിന്നു. പാലക്കാട് BJPയുടെ വോട്ട് കുറച്ച് മാറി, കോൺഗ്രസിന് ആ വോട്ട് കുറേ കിട്ടി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അന്വേഷണം. അങ്ങനെയല്ല, അത് അവരാണ് നടത്തേണ്ടത്. അല്ല, ഒരു ജൈവം അതൊക്കെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി പറയുന്നില്ല. അതിന് മുമ്പ് എന്താ പറഞ്ഞത്? അല്ല, ഇത് മുഴുവനാക്കിയില്ല മറുപടി. പാലക്കാട് രാഷ്ട്രീയ പോരാട്ടം ചേലക്കരയിലായിരുന്നു എന്നാണല്ലോ സംഘടനാ സെക്രട്ടറി അഖിലേന്ത്യാ നേതൃത്വം തന്നെ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിൽ അത് തന്നെ പറഞ്ഞത്. മറ്റേ ഞങ്ങളുടെ സീറ്റുകളാണ്. ഇവിടെയാണ് പോരാട്ടം. ഇവിടെ ഇത്തവണ എന്തായാലും ഇടതുപക്ഷം പരാജയപ്പെടും. അവിടെ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും കിട്ടിയതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി പ്രദീപിന് വരാൻ കഴിഞ്ഞു. പ്രദീപ് 2016 മത്സരിച്ചതിനേക്കാളും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വരാൻ കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയ വോട്ട് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ജനങ്ങൾ ആ ശരിയായ രൂപത്തിൽ വിലയിരുത്തുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജനങ്ങളുടെ ഒരു അംഗീകാരം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ വിശാലമായ ഒരു അവരുണ്ടാക്കിയിട്ടുള്ള മുന്നണി കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ ദോഷം ചെയ്യാൻ ഇടയുള്ള ഒരു അവിശുദ്ധ മഴവിൽ സഖ്യമാണ്. അതാണ് മന്ത്രി വി രാജീവാണ് മാധ്യമങ്ങളെ കണ്ടത്.